കഴിഞ്ഞ ദിവസം നമ്മൾ അലോക എന്ന് പറയുന്ന ഒരു നായയുടെ കഥ പറഞ്ഞു. സന്യാസിമാർക്കൊപ്പം ലോകസമാധാനത്തിന് വേണ്ടി ലോകം മൊത്തം യാത്ര ചെയ്യുന്ന ഒരു നായയുടെ കഥയാണ്. പക്ഷേ ഇവിടെ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ 4 ദിവസം കൊടും മഞ്ഞിൽ കൊടും തണുപ്പത്ത് ശരീരമാകെ മരവിക്കുന്ന അവസ്ഥയിലും 2 കുട്ടികളുടെ ശരീരത്തിന് കാവൽ നിന്ന ഒരു പിറ്റ്ബുൾ നായയുടെ കഥയാണ്. പിറ്റ്ബുൾ നായ നമ്മളെപ്പോഴും കേൾക്കാറുള്ള ഒരു നായയുടെ പേരാണ്. അപകടകാരി എന്നും ഒരു യജമാനെ മാത്രമേ അനുസരിക്കുകയുള്ളൂ എന്നും നന്ദി കുറവാണെന്നുമൊക്കെ കുറ്റപ്പെടുത്തി കേട്ടിട്ടുള്ള ആ നായയുടെ ഒരു കഥയുണ്ട്. ആ കഥയുടെ പേര് തുടങ്ങുന്നത് ഇങ്ങനെയാണ്, ജോനു എന്ന പേരിൽ നിന്ന്. ജോനു എന്നാണ് ആ നായയുടെ പേര് എന്ന് പറയുന്നത്. ഹിമാചലിൻ്റെ മഞ്ഞുമൂടിയ താഴ്വാരങ്ങളിലൊന്നിൽ താമസിക്കുന്ന സഹോദരപുത്രന്മാരായ 2 കുട്ടികൾ, 2 ആൺകുട്ടികൾ, വികസിതും പീയൂഷും. ഒരാളുടെ പ്രായം 19 മറ്റൊരാളുടെ പ്രായം 13 ഇവർക്ക് അമ്മ വാങ്ങിക്കൊടുത്ത ഒരു സ്മാർട്ട് ഫോണുണ്ട്. ആ സ്മാർട്ട് ഫോണിൽ തങ്ങളുടെ ഗ്രാമത്തെയും തങ്ങളുടെ കഥകളും ജീവിതവും ഒക്കെ പറഞ്ഞുകൊണ്ട് ഒരു വ്ളോഗിങ് ഇവർ ചെയ്യാറുണ്ട്. വളരെ രസകരമായ ഒരു വ്ളോഗിങ്ങാണ് വികസിതും പീയൂഷും കൂടി ചെയ്യാറുണ്ടായിരുന്നത്. പക്ഷേ ഒരു പരിധിക്കപ്പുറത്തേക്ക് അവർക്ക് വലുതായൊന്നും കാണിക്കാനില്ല, വലുതായിട്ടൊന്നും പറയാനില്ല. അവരവരുടെ വിശേഷങ്ങൾ, ചെറിയ ജീവിതം, ആ മലവടക്കുകളിലുള്ള കാഴ്ചകൾ, ഇതെല്ലാം ലോകത്തോട് പങ്കുവെച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ പറഞ്ഞ് അതിൽ സന്തോഷിച്ച് ജീവിക്കുകയായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ കുട്ടികളെ കണ്ടെത്തുന്നത് കഴിഞ്ഞ ദിവസമാണ്. അതായത് 26-ാം തീയതിയാണ് ഇവരെ കണ്ടെത്തുന്നത്. മഞ്ഞിന് മുകളിൽ തണുത്തുറഞ്ഞ രീതിയിലാണ് ഈ കുട്ടികളെ കാണുമ്പോൾ ഈ കഥയുടെ ഏറ്റവും വലിയ ട്വിസ്റ്റ് എന്ന് പറയുന്നത്, ഇവർ 4 ദിവസമായിട്ട്, ഏതാണ്ട് 4 ദിവസത്തിലേറെയായി ആ മഞ്ഞിൽ മൂടപ്പെട്ട അവസ്ഥയിലായിരുന്നു എന്നുള്ളതാണ്. ഈ മഞ്ഞിൽ മൂടപ്പെട്ട കുട്ടികൾക്ക് 4 ദിവസമായിട്ടും അവരുടെ അരികിൽ നിന്ന് മാറാതെ കാത്തുനിന്ന ഒരു നായയുടെ കഥയാണ് ജോനു എന്ന് തുടക്കത്തിൽ ഞാൻ പറഞ്ഞ പേര്. ആ പേരിൽ നിന്നാണ് ഈ കഥ ആരംഭിക്കുന്നത് പോലും. അവൻ രക്ഷാപ്രവർത്തകർ അടുത്തെത്തിയിട്ട് പോലും അവിടെ നിന്ന് മാറാൻ തയ്യാറായില്ല എന്നുള്ളതാണ്. അരമണിക്കൂറിലേറെ ആരെയും അടുപ്പിക്കാതെ അവൻ ആ കുട്ടികളുടെ ശരീരത്തിന് കാവൽ നിന്നു. അതിനുശേഷം ഇവർ സഹായിക്കാൻ വന്നവരാണ്, ഉപദ്രവിക്കാൻ വന്നവരല്ല എന്ന മനസ്സിലായ ഘട്ടത്തിലാണ് ആ നായ അവിടെ നിന്ന് മാറിക്കൊടുത്തത്. എന്നിട്ടും അവൻ സസൂക്ഷ്മം അവരെ നിരീക്ഷിച്ചു കൊണ്ട് നിന്നു, ഈ വന്നവർ എന്തൊക്കെയാണ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പോൾ ഇത്രയേറെ നന്ദിയോടുകൂടി തൻ്റെ കാലുകൾ മഞ്ഞിൽ പുതഞ്ഞിട്ടും ഐസിലോട് ചേർന്ന് ഇങ്ങനെ മരവിച്ചു തുടങ്ങിയിട്ടും അവൻ മാറാതെ 4 ദിവസം ആ കുട്ടികൾക്ക് വേണ്ടി കാവൽ നിന്നു എന്ന് പറയുന്നത് മനുഷ്യത്വത്തിൻ്റെ അപ്പുറത്തേക്ക് ഒരു നായയുടെ സ്നേഹത്തിൻ്റെ, അതിൻ്റെ ആഴത്തിലുള്ള ബന്ധത്തിൻ്റെ കഥയാണ് സൂചിപ്പിക്കുന്നത്. ഈ നായ ഇവർക്ക് എങ്ങനെയാണ് കിട്ടിയതെന്ന് അറിയാമോ? ഇവർ ഈ പറയുന്ന മൽക്കോട്ട എന്ന് പറയുന്ന വില്ലേജിലാണ് താമസിക്കുന്ന, ഒരു ഗ്രാമമാണ് മൽക്കോട്ട എന്ന് പറയുന്ന ഗ്രാമം. ആ ഗ്രാമത്തിലാണ് ഇവരുടെ വീടുള്ളത്. അപ്പോൾ ഈ വികസിതിൻ്റെ അച്ഛൻ മരിച്ചുപോയ ആളാണ്, കഴിഞ്ഞ വർഷമാണ് മരിച്ചത്. അദ്ദേഹത്തിന് ഒരു ബന്ധു സമ്മാനിച്ചതാണ് 2 പിറ്റ്ബുൾ നായകൾ. ഈ നായകളുമായിട്ടാണ് അവരവിടെ ജീവിക്കുന്നത് എന്നുള്ളതാണ്. വികസിതിൻ്റെ അച്ഛന് കിട്ടിയ ഈ നായക്കുട്ടികളെ വികസിതിൻ്റെ അച്ഛൻ ഈ കുട്ടികൾക്ക് കൊടുത്തു. പ്രത്യേകിച്ച് ട്രെയിനിങ് ഒന്നും കിട്ടിയ നായയൊന്നുമല്ല ഈ കുട്ടികൾക്ക് കിട്ടിയ പിറ്റ്ബുൾ എന്ന് പറയുന്നത്. അവർ എവിടെയൊക്കെ നടക്കുന്നു അവരോടൊപ്പം ഈ നായയും നടന്നു, അവരോടൊപ്പം ഈ വീട്ടിൽ വളർന്നു ആ നായ എന്നുള്ളതാണ്. പീയൂഷ് എന്ന് പറയുന്ന കുട്ടിയുടെ കഥ കുറച്ചുകൂടി ദയനീയമായ കഥയാണ്. കാരണം പീയൂഷിൻ്റെ അച്ഛന് സുഖമില്ലാത്തത് കൊണ്ട് വികസിതിൻ്റെ വീട്ടിലേക്ക് കൊണ്ടാക്കിയതാണ്. അച്ഛനെ നോക്കാൻ കഴിയാത്ത അവസ്ഥ, കുഞ്ഞിനെ നോക്കാൻ കഴിയാത്ത രോഗവും മറ്റു കാരണങ്ങളും ഒക്കെ കൊണ്ടാണ് കുഞ്ഞിനെ വികസിതിൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് കൊണ്ടാക്കിയത്. അപ്പോൾ അവിടെയാണ് ഈ കുട്ടി തൻ്റെ ജ്യേഷ്ഠനൊപ്പം വളരുന്നത്. അപ്പോൾ ഈ വീട്ടിൽ മാതാപിതാക്കൾ, ഈ വികസിതിൻ്റെ അച്ഛൻ മരിച്ചതോടുകൂടി അമ്മ മാത്രമാണുള്ളത്. നീതാദേവി എന്നാണ് അമ്മയുടെ പേര്. ഇവർ ഹിമാചലിലെ ഈ പറയുന്ന ഗ്രാമപ്രദേശത്ത് അങ്ങനെ ജീവിച്ചു പോരുകയാണ്. സാധാരണഗതിയിൽ വിൻ്റർ കടുക്കുമ്പോൾ, അതായത് ശൈത്യകാലം അതിൻ്റെ മൂർത്തഭാവത്തിലെത്തുമ്പോൾ അവർ ഇൻഡോറ എന്ന് പറയുന്ന പഞ്ചാബിൻ്റെ അതിർത്തി പ്രദേശത്തേക്ക് മാറാറാണ് പതിവ്. ഇത്തവണ എന്തൊക്കെയോ കാരണങ്ങളാൽ, അവിടുത്തെ സർപ്പഞ്ച് പറയുന്നത് അവർക്ക് മാറാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. അവർക്ക് എന്തൊക്കെയോ കാരണങ്ങളാൽ മാറാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഇവർ ഇങ്ങനെ നടക്കുന്ന കൂട്ടത്തിൽ ഈ കുട്ടികൾ അടുത്തുള്ള കുന്നിന് മുകളിലേക്ക് പോയി എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ ഇരിക്കെ ഈ കുട്ടികൾ അവരുടെ വ്ളോഗിങ് തുടരുന്നതിന് വേണ്ടിയിട്ട്, അതായത് വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ബർമാനി റേഞ്ചിലേക്ക് നടന്നു കയറി എന്നാണ് പറയുന്നത്. രാവിലെ 23-ാം തീയതി രാവിലെയാണ് കുട്ടികൾ ഈ ബർമാനി റേഞ്ചിലേക്ക് പോകുന്നത്. ബർമാനിയിൽ എന്ന് പറയുന്ന കുറച്ചുകൂടി ഉയരത്തിലുള്ള പ്രദേശമാണ്. ഇവരുടെ വീട്ടിൽ നിന്ന് കുറച്ചുകൂടി ഉയർന്ന പ്രദേശം, ഒരു വലിയ മലമുകളാണത്. അപ്പോൾ ബർമാനിയിലൊരു ക്ഷേത്രമുണ്ട്. ആ ക്ഷേത്രത്തിന് പരിസരത്ത് പോയി വീഡിയോ എടുക്കാനാണ് ചെന്നത്. അവിടെ ചെന്നതോടുകൂടി തന്നെ വലിയ മഞ്ഞ് വീഴ്ച ആരംഭിക്കുകയാണ്. ആ ദിവസങ്ങളിലൊക്കെ തന്നെ മഞ്ഞ് വീഴ്ചയുടെ മുന്നറിയിപ്പ് അവിടുത്തെ ഭരണകൂടം നൽകിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഈ കുട്ടികൾ ഇതിനെ ഒന്നും ശ്രദ്ധിക്കാതെ, കുട്ടികൾ ഇതൊക്കെ വലിയ തോതിൽ ശ്രദ്ധിക്കണമെന്നില്ലല്ലോ, ആ കുട്ടികൾ ആ മലമുകളിലേക്ക് പോയി. മലമുകളിൽ ചെന്നിട്ട് അവരവിടെ നിന്ന് വീഡിയോ എടുക്കുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി മഞ്ഞ് വീഴ്ച കനക്കുന്നു. കുട്ടികൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല.
ഇവരുടെ കയ്യിൽ കുറച്ച് ചില വസ്തുക്കൾ മാത്രമാണുള്ളത്. ഈ പറയുന്ന വലിയ കനത്ത മഞ്ഞുവീഴ്ചയെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളോ അതിന് വേണ്ട ഉപകരണങ്ങളോ ഒന്നും ഈ കുട്ടികളുടെ കയ്യിലില്ല. പക്ഷേ ഈ കുട്ടികൾ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ പരമാവധി ഈ മഞ്ഞിൽ നിന്ന് പ്രതിരോധിച്ച് നിൽക്കുവാൻ വേണ്ടി ശ്രമിച്ചു. ഇവർ അവിടെ വെച്ച് ഈ വ്ളോഗിങ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഇവരുടെ കൂടെ ഈ ജോനു എന്ന് പറയുന്ന നായയുണ്ട്. അപ്പോൾ ഈ നായ ഇവരോടൊപ്പം തന്നെ നിൽക്കുന്നു. ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ വികസിത പീയൂഷിനെ തൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ചെറിയ സ്ലീപ്പിംഗ് ബാഗിൽ അതിലേക്ക് കയറ്റി കിടത്തിയിട്ട് പരമാവധി രക്ഷ നേടാനായിട്ട് നോക്കി. പീയൂഷിനെ ആ ബാഗിൽ സുരക്ഷിതമാക്കിയിട്ട് വികസിത് വീട്ടിലേക്ക് ഫോൺ ചെയ്തു. കുട്ടികളെ കാണാനാകാത്തത് കൊണ്ടാണ് വീട്ടുകാർ അന്വേഷണം ആ സമയത്ത് തുടങ്ങിയിരുന്നു. അപ്പോൾ വികസിതിൻ്റെ ഫോൺ വരുന്നുണ്ട്. വികസിത് പറഞ്ഞു തൻ്റെ വിരലുകളൊക്കെ മരവിച്ചിരിക്കുകയാണ്, മഞ്ഞത്ത് വിരലുകൾ അനങ്ങാൻ കഴിയുന്നില്ല, അതുകൊണ്ട് തന്നെ എനിക്ക് ലൊക്കേഷൻ എവിടെയാണ് എന്നുള്ളത് അയക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. ഏതാണ്ട് തങ്ങൾ ഇവിടെ ബർമാനി മലയുടെ മുകളിലാണ് എന്നുള്ള വിവരം വീട്ടുകാരോട് വികസിത് പറയുന്നുണ്ട്. അതിനുശേഷം വീട്ടുകാർ വളരെ പരിഭ്രാന്തിയിലാവുന്നു. അമ്മ നീതാദേവി ജില്ലാ ഭരണകൂടത്തെയും അവിടെയുള്ള ആൾക്കാരെയും പ്രാദേശിക ഭരണകൂടത്തെയൊക്കെ തന്നെ അറിയിക്കുന്നുണ്ട്. അമ്മ അറിയിച്ചതോടുകൂടി തന്നെ അവിടുത്തെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടിയിട്ട് അവിടുത്തെ ഭരണകൂടത്തിൻ്റെ ആൾക്കാരൊക്കെ എത്തുന്നു. അവരെത്തിയിട്ട് ഒരു സാധാരണക്കാരനായിട്ട് അവിടെ വിവാഹ വീഡിയോയൊക്കെ എടുക്കുന്ന ഒരു ഡ്രോൺ ഉപയോഗിക്കുന്ന ഒരാളെ കൊണ്ടുവന്നിട്ട് ഇത് അവിടെയൊക്കെ പറത്തി നോക്കാനൊക്കെ ശ്രമിക്കുന്നുണ്ട്, നിരീക്ഷിക്കാനായിട്ട്. പക്ഷേ അത് പരാജയപ്പെടുന്നു. പിന്നാലെ ഈ രക്ഷാസേനയുടെ രക്ഷാപ്രവർത്തനത്തിൽ ഉപയോഗിക്കുന്ന ഡ്രോൺ എത്തിക്കുന്നെങ്കിലും അത് ഉപയോഗിക്കാനായിട്ടുള്ള പരിശീലനം നേടിയ ആളല്ലായിരുന്നു ഇവർക്കൊപ്പം ഉണ്ടായിരുന്നത്. അധികം വൈകിയില്ല. പിന്നെ രക്ഷാമാർഗമെന്ന് പറയുന്നത് ജില്ലാ ഭരണകൂടത്തിന് സൈന്യത്തെ ആശ്രയിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ സൈന്യത്തെ ഇവർ ആശ്രയിക്കുന്നു. അങ്ങനെയാണ് ഇന്ത്യൻ എയർഫോഴ്സിൻ്റെ 2 ഹെലികോപ്റ്ററുകൾ നിരീക്ഷണത്തിനായി ഈ മേഖലയിലെത്തുന്നു. ബർമാനി മേഖലയിലേക്ക് എത്തി ഇവർ വിശദമായ പരിശോധനകൾ നടത്തുമ്പോൾ ആ മേഖലയിൽ മൃതദേഹങ്ങൾ കണ്ടെത്തുകയാണ്. ഈ കുട്ടികളുടെ അവിടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ഈ ഹെലികോപ്റ്റർ ആ മേഖലയിലേക്ക് വന്ന് സൈനികർ അവിടെ ഇറങ്ങി ഈ കുട്ടികളുടെ മൃതദേഹത്തിന് അരികിലേക്ക് ചെല്ലുന്നു. 3 അടി ഉയരത്തിൽ അപ്പോൾ മഞ്ഞ് വീണ് ഉറഞ്ഞ നിലയിലായിരുന്നു കുട്ടികൾ. അതായത് മരവിച്ച അവസ്ഥയിലായിരുന്നു കുട്ടികൾ എന്നുള്ളതാണ്. ഏതായാലും അവിടെ ചെല്ലുമ്പോഴാണ് ഈ ജോനു എന്ന് പറയുന്ന നായയെ ഇവർ കാണുന്നത്. ജോനുവിൻ്റെ പാദങ്ങളും ഏതാണ്ട് മൂടപ്പെട്ട അവസ്ഥയിലാണ്, മഞ്ഞിൽ മൂടി ഐസായിട്ട് നിൽക്കുന്ന അവസ്ഥയിലാണ് ഉള്ളത്. എങ്കിലും അവൻ ഈ കുട്ടികളെ വിട്ട് മാറാൻ തയ്യാറായില്ല. തൻ്റെ ജീവൻ അപകടത്തിലാണെങ്കിലും 4 ദിവസമായി ഭക്ഷണം കഴിച്ചിട്ടില്ല, ദാഹമുണ്ട്, വെള്ളം കുടിച്ചിട്ടില്ല. എങ്കിലും പകൽ അവൻ ഉറങ്ങാതെ ആ കുട്ടികളോടൊപ്പം നിന്നു എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ SDRFും ഈ പറയുന്ന ഈ ഇന്ത്യൻ എയർഫോഴ്സും ഒക്കെ ജനുവരി 26-ാം തീയതിയോടുകൂടി ഈ കുട്ടികളെ അവിടെ കണ്ടെത്തുന്നു. നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യൻ പോലും ചെയ്യാത്ത കാര്യം. ഇത്രയേറെ ബുദ്ധി വളർച്ച കിട്ടിയ മനുഷ്യന് പോലും അവസാന ഘട്ടത്തിൽ സ്വന്തം ജീവൻ രക്ഷിക്കണം, അതാണ് എനിക്ക് വലുതെന്ന് തോന്നും. പക്ഷേ ആ എയർഫോഴ്സ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയില്ലായിരുന്നെങ്കിലോ? ആ കുട്ടികളുടെ ശരീരം എങ്ങനെ മരവിച്ചില്ലാതായോ അതുപോലെ ജോനുവും അവരോടൊപ്പം മരവിച്ചില്ലാതായേനെ. പക്ഷേ അവൻ ഒരടി അവിടുന്ന് അനങ്ങില്ല. അതാണ് നായയുടെ നന്ദി എന്ന് പറയുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മുടെ നാട്ടിൽ ഒരു തെരുവുനായയെ കണ്ടാൽ കല്ലടിത്തെറിയുന്നവരാണ് ബഹുഭൂരിപക്ഷവും. അതിന് ആഹാരം കൊടുത്താൽ, അയൽക്കാരന് ആഹാരം കൊടുക്കുന്നത് കണ്ടാൽ ഇപ്പുറത്തുള്ളവന് വഴക്കുണ്ടാക്കും. നീ നായയ്ക്ക് ആഹാരം കൊടുത്താൽ അത് ഇവിടെ വരുമെന്ന് പറയും, വീണ്ടും വീണ്ടും വരും, ഞങ്ങൾക്കത് ശല്യമാകുമെന്ന് പറയും. എങ്ങനെയാണ് ഈ നായകൾ നമുക്കൊപ്പം കൂടിയതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമ്മൾ ഇവരെ ഏറ്റെടുത്തതാണ്. വനാന്തരങ്ങളിൽ നിന്ന് നമ്മളുടെ ജീവിതം പരിണമിച്ചു തുടങ്ങുന്ന ദശയിൽ നമ്മൾ വളർത്തിയെടുത്തതാണ്, ഒപ്പം ചേർത്തതാണ് അവനെ. ആയിരക്കണക്കിന് വർഷത്തെ ബന്ധം നമുക്ക് നായയുമായിട്ടുണ്ട്. ഈ നായകൾ എങ്ങനെയാണ് തെരുവിലാക്കപ്പെട്ടത്? വീടുകളിൽ നിന്ന് പുറത്താക്കപ്പെട്ട നായകളാണ് തെരുവിലെത്തിയത്. നമ്മൾ നമ്മുടെ കൂടെ കൂട്ടി, നമുക്ക് വേട്ടയ്ക്ക് പോകുമ്പോൾ സഹായത്തിനായി കൂടെ കൂട്ടി, നമ്മൾ പിന്നീട് വളർന്നപ്പോൾ നമുക്ക് വീട് കിട്ടിയപ്പോൾ നമ്മുടെ വീടിനും കൃഷിയിടത്തിനും കാവലായി നമ്മൾ കൂടെ കൂട്ടിയവൻ. നമുക്ക് സൗകര്യങ്ങളായി, കൃഷി ആവശ്യമില്ലാതെ വന്നു, നമുക്ക് ഉപഭോക്തൃ സംസ്കാരത്തിലേക്ക് നമ്മൾ മാറി, നമുക്കെല്ലാം വീട്ടുപടിക്കൽ ഡോർ ഡെലിവറി ചെയ്യാൻ ആളുള്ളപ്പോൾ, കാവലിന് CCTVയും അലർട്ട് ചെയ്യാൻ AI സംവിധാനങ്ങളും ഉള്ളപ്പോൾ എന്തിനൊരു പട്ടിക്ക് ആഹാരം കൊടുത്ത് കൂടെ കൂട്ടണമെന്ന് മനുഷ്യൻ ചിന്തിച്ചപ്പോൾ ഇതെല്ലാം വെളിയിലായില്ലേ? പട്ടിയെല്ലാം വെളിയിലായി. പിന്നെ വിദേശ ഇനങ്ങൾ വന്നപ്പോൾ നമ്മുടെ നാടൻ ബ്രീഡുകൾ, പരിയ ഡോഗ്സ് എന്നാണ് നമ്മൾ ഈ പറയുന്നത്, നാടൻ പട്ടി, പരിയ ഡോഗ്സ്, ഈ പട്ടികളെല്ലാം റോഡിലായി. ഇവർക്ക് ആഹാരം കിട്ടാതായി. ഇവർ ഇറച്ചിക്കടയുടെ മുമ്പിൽ പോയി നിന്നു. മനുഷ്യർ എവിടെയൊക്കെയുണ്ടോ അവിടെ എല്ലാം ചെവി പിന്നിലേക്കാക്കി വാല് താഴ്ത്തി അവൻ നന്ദിയോടെ നിന്ന് നോക്കും. കരുണയോടെ, കരുണ കാട്ടൂ, ഞാൻ നിങ്ങളെ സ്നേഹിക്കുന്നുവെന്ന് അവൻ ആ ചെവി പുറകിലേക്കാക്കുന്നതിൻ്റെ അർത്ഥം അതാണ്. ഞാൻ ഉപദ്രവിക്കില്ല, ഞാൻ സാധുവാണ്, എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം മതി. അതായത് നമുക്ക് മനുഷ്യർക്ക് ഏറ്റവും അധികം അടുപ്പമുള്ള ജീവിയാണ് നായ എന്ന് പറയുന്നത്.
അതിൻ്റെ കണ്ണിലേക്ക് നിങ്ങൾ സൂക്ഷിച്ചു നോക്കൂ, അത് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. നിങ്ങളും അതും തമ്മിൽ ജനറ്റിക്കലി ജനിതകപരമായി തന്നെ ഒരു ബന്ധമുണ്ട്, ആഴത്തിലുള്ള ബന്ധം. ശാസ്ത്രം അത് പറയുന്നുണ്ട്, സയൻസ് പറയുന്ന കാര്യമാണ്. അതായത് നമ്മൾക്ക് ഏറ്റവും അധികം ആഴത്തിലുള്ള ജനിതക ബന്ധമുള്ള പരസ്പരം സ്നേഹം കണ്ണിൽ നോക്കി മനസ്സിലാക്കാൻ കഴിയുന്ന 2 ജീവികളാണ് ലോകത്തുള്ളത്. അതൊന്ന് മനുഷ്യർ പരസ്പരവും, 2 മനുഷ്യരും നായയും തമ്മിലുമാണ്. അതായത് നമുക്ക് അമ്മയ്ക്ക് കുഞ്ഞിൻ്റെ കണ്ണിലേക്ക് നോക്കുമ്പോൾ ഉണ്ടാകുന്ന വാത്സല്യവും സ്നേഹവും പോലെ നായയോട് നമുക്ക് തോന്നും. അതുകൊണ്ടാണ് പലരും നായയെ ഓമനിച്ച് വളർത്തുന്നത്. ഈ വിദേശ ബ്രീഡുകളൊക്കെ വന്നപ്പോഴാണ് നമ്മളുടെ നായകളെല്ലാം വെളിയിലാക്കപ്പെട്ടത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമുക്ക് സ്വന്തമായിട്ട് എത്രയെത്ര ബ്രീഡുകളുണ്ടായിരുന്നു. നമ്മൾ ഇന്ന് പറയാറുണ്ട് തുറപ്പട്ടിയെന്നും മലപ്പട്ടിയെന്നും കോലുവരയനെന്നും മുയൽ ചെവിയനെന്നും കുഞ്ഞമ്പട്ടിയെന്നും ശ്മശാന നായയെന്നും, അതായത് ഈ പറയുന്നത് അങ്ങനത്തെ ശ്മശാന നായ എന്നൊക്കെ വിളിക്കുന്ന നായയുണ്ട്. അതൊക്കെ നമ്മുടെ കേരളത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലെയൊക്കെ സ്വന്തം നായയായിരുന്നു. കന്നി, ചിപ്പിപ്പാറ, കൊമ്പൈ, ഇതെല്ലാം നമ്മളുടെ സ്വന്തം ബ്രീഡുകളാണ്, നമ്മുടെ ഇന്ത്യയുടെ ബ്രീഡുകളാണ് ഇതെല്ലാം. രാമനാഥപുരം മണ്ടനായ തുടങ്ങി നമ്മുടെ ഹിമാലയൻ മാസ്റ്റിഫ് അടക്കം നിരവധി നായകൾ, ഈ പറയുന്ന കശ്മീരിലൊക്കെയുള്ള തനത് ബ്രീഡുകളുണ്ട്. ഓരോ ഭാഗത്തും, ഇന്ത്യയുടെ ഓരോ ഭാഗത്തുമുണ്ട്. കാരണം നമ്മൾ വളർന്നതിനനുസരിച്ച് കാട്ടിൽ നിന്ന് നമ്മളവരെ കൂടെ കൂട്ടിയവരാണ്. ഇവർ പല ജനുസുകളായി മാറിയതാണ്, പല സങ്കര ഇനങ്ങളായി മാറി, അത് ഏകീകരിക്കപ്പെട്ട് ഒരു പ്രത്യേക ബ്രീഡായി മാറി. അവർ പല രീതിയിലുള്ള വേട്ടയ്ക്ക് നമ്മൾ ഉപയോഗിക്കപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ ഈ ബ്രീഡുകളെയൊക്കെ നമ്മൾ ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇതെല്ലാം പല ബ്രീഡുകളും ഇന്ന് അന്യം നിന്ന് പോകുന്നു. ഒരു നേരത്തെ ആഹാരം കൊടുത്താൽ ഒരു ആയുഷ്കാലം മുഴുവൻ നന്ദി കാണിക്കുന്ന ജീവിയാണ്. അവൻ്റെ കഥയാണ് ജോനു എന്ന് പറയുന്ന നായ നമുക്ക് പറഞ്ഞു തന്നു. ഈ ലോകത്തോട് മൊത്തം അവൻ വിളിച്ചു പറഞ്ഞിരിക്കുന്നതിൻ്റെ ഒരർത്ഥമേ ഉള്ളൂ, ഒരു നേരത്തെ ആഹാരം തരൂ, ഒന്ന് സ്നേഹമായി പെരുമാറും, ഞങ്ങൾ നിങ്ങളുടെ കൂടെയുണ്ട്, നിങ്ങളെ ഉപദ്രവിക്കുന്നവരല്ല ഞങ്ങൾ. ഒരു നായ നൽകിയ സന്ദേശമാണ് മനുഷ്യനോട് പറയുക, മനുഷ്യ നീ ഇങ്ങനെയാകൂ, നീ ഇതുപോലെയാകൂ, ഇത് ഒരു പാഠമാക്കൂ എന്ന്. ആ കഥയാണ് ജോനുവിൻ്റെ കഥ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് ചാനലിനൊപ്പം ഉള്ള നിങ്ങളുടെ യാത്ര തുടരണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മുടെ ലോഗോ IND എന്നുള്ള ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ നമ്മുടെ ചാനലിൻ്റെ പ്രൊഫൈലിലേക്ക് പോകാം. അവിടെ സബ്സ്ക്രൈബ് എന്നുള്ള ബാറുണ്ട്, അവിടെ ഒന്ന് വിരലമർത്തി തൊട്ടപ്പുറത്ത് കാണുന്ന ബെൽ ഐക്കണിൽ കൂടി വിരലമർത്തിയാൽ നിങ്ങൾക്ക് ഇന്ത്യ ലൈവ് സബ്സ്ക്രൈബ് ചെയ്യാൻ കഴിയും. ഞങ്ങളെ സഹായിക്കണം.